ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. യുവാക്കളെ രാഷ്ട്രനിർമ്മാണത്തിന്റെ കേന്ദ്രബിന്ദുവാക്കിയാണ് സർക്കാർ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തി. മണ്ഡലപൂജ നാളെ. ആലപ്പുഴയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ പക്ഷികളെ കൊന്നൊടുക്കുന്ന പ്രവൃത്തി നാളെയും തുടരും. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷി വളർത്തൽ നിരോധിച്ചു. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ 5ാം പതിപ്പിന് തുടക്കമായി. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 പരമ്പരയിലെ 3ാം മത്സരം അല്പസമയത്തിനകം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. കുട്ടികളുടെ പ്രതിഭ രാജ്യത്തിന്റെ പുരോഗതിക്ക് അടിത്തറയേകുമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിക്കുകയായിരുന്നു രാഷ്ട്രപതി. പുരസ്കാരങ്ങൾ രാജ്യത്തുടനീളമുള്ള കുട്ടികൾക്ക് പ്രചോദനമേകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 20 കുട്ടികളെ ഈ വർഷം പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള മുഹമ്മദ് സിദാൻ പുരസ്കാരത്തിന് അർഹനായി. ധീരത, കായികം, സാമൂഹിക സേവനം എന്നീ മേഖലകളിലെ മികച്ച പ്രകടനങ്ങൾക്കാണ് പുരസ്കാരം. യുവാക്കളെ രാഷ്ട്രനിർമ്മാണത്തിന്റെ കേന്ദ്രബിന്ദുവാക്കിയാണ് സർക്കാർ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ വീർ ബാൽ ദിവസ് പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. बीते 4 वर्षों में वीर बाल दिवस की नई परंपरा ने साहिबजादों की प्रेरणाओं को नई पीढ़ी तक पहुंचाया है. वीर बाल दिवस ने साहसी और प्रतिभावान युवाओं के निर्माण के लिए एक मंच भी तैयार किया है. हर साल जो बच्चे अलग अलग क्षेत्रों में देश के लिए कुछ कर दिखाते हैं, उन्हें प्रधानमंत्री राष्ट्रीय बाल पुरस्कार से सम्मानित किया जाता है. മേര യുവ് ഭാരത് എന്ന സംരംഭത്തിന് കീഴിൽ യുവാക്കളുടെ നേതൃത്വപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ മേഖലകളിലും യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നിട്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. സംസ്ഥാനത്ത് കോർപ്പറേഷൻ, മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെയാണ്. തിരുവനന്തപുരത്ത് ബിജെപിയുടെ വി രാജേഷും കൊച്ചിയിൽ VK മിനിമോളും മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി ആശാനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. തൃശൂർ കോർപ്പറേഷൻ മേയറായി കോൺഗ്രസിന്റെ നിജി ജസ്റ്റിനും കണ്ണൂർ കോർപ്പറേഷനിൽ മേയറായി P ഇന്ദിരയും കൊല്ലത്ത് AK ഹഫീസും മേയറായി ചുമതലയേറ്റു. കോഴിക്കോട് കോർപ്പറേഷനിൽ മേയറായി O സദാശിവനും ഡെപ്യൂട്ടി മേയറായി S ജയശ്രീയും ചുമതലയേറ്റു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് മുനിസിപ്പാലിറ്റികളിലേക്കുള്ള അധ്യക്ഷ, ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പും ഇന്ന് നടന്നു. വിശദാംശങ്ങളിലേക്ക്. പാലാ നഗരസഭയുടെ ചെയർപേഴ്സണായി ദിയ പുളിക്കക്കണ്ടം ചുമതലയേറ്റു. UDF സ്ഥാനാർത്ഥിയായ ദിയ 14 വോട്ടുകളാണ് നേടിയത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷരിൽ ഒരാളാണ് ദിയ. കണ്ണൂർ ശ്രീകണ്ഠപുരം നഗരസഭയിൽ UDFിലെ EV രാമകൃഷ്ണനെ ചെയർപേഴ്സണായി തിരഞ്ഞെടുത്തു. പെരിന്തൽമണ്ണ നഗരസഭയുടെ ചെയർപേഴ്സണായി മുസ്ലിം ലീഗിലെ സുരയ്യ ഫാറൂഖ് തിരഞ്ഞെടുക്കപ്പെട്ടു. തളിപ്പറമ്പ് നഗരസഭാ ചെയർമാനായി PK സുബൈറും കൂത്തുപറമ്പ് നഗരസഭയിൽ V ഷിജിത്തും തലശ്ശേരി നഗരസഭാ ചെയർമാനായി കാരായി ചന്ദ്രശേഖരനും ആന്തൂർ നഗരസഭയിൽ ചെയർപേഴ്സണായി V സതീദേവിയും പയ്യന്നൂർ നഗരസഭയിൽ സരിൻ ശശിയും തിരഞ്ഞെടുക്കപ്പെട്ടു. കൽപ്പറ്റയിൽ P വിശ്വനാഥൻ 17 വോട്ട് നേടി ചെയർപേഴ്സണായി. പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ചെയർപേഴ്സണാണ് അദ്ദേഹം. മലപ്പുറം നഗരസഭാ ചെയർപേഴ്സണായി റിനിഷ റഫീഖും കട്ടപ്പന നഗരസഭാ അധ്യക്ഷനായി ജോയ് വെട്ടിക്കുഴിയും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ വാർഡുകളിലെ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. മലപ്പുറം പായിപ്പാടം, എറണാകുളം ഓണക്കൂർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം എന്നീ വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ്. ജനുവരി 12-നാണ് വോട്ടെടുപ്പ്. 13-ന് വോട്ടെണ്ണും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. കരട് പട്ടികയിൽ ഉൾപ്പെടാത്ത ASD പട്ടികയിൽ ഉള്ളവരും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനായി അപേക്ഷയും സത്യവാങ്മൂലവും നൽകണം.
2025 തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വില്ലേജ് ഓഫീസിൽ സൌകര്യമില്ലെങ്കിൽ തൊട്ടടുത്ത സർക്കാർ ഓഫീസുകളിൽ സൌകര്യമൊരുക്കും. ഇതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അതത് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തി. നാളെ രാവിലെ 10:10-നും 11:30-നും മധ്യേയാണ് മണ്ഡലപൂജ. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മനസ്സും ശരീരവും സ്വാമി സന്നിധിയിൽ നിറച്ച് ശരണമന്ത്രങ്ങൾ മുഴങ്ങിക്കേട്ട സന്നിധാനത്ത് ഭക്തർ തങ്കയങ്കി വിഭൂഷിതനായ ശബരിമല ശാസ്താവിനെ ദീപാരാധന കണ്ടു തൊഴുതു. 23-ന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ശബരിമലയിലേക്ക് പ്രത്യേക ഘോഷയാത്രയായി തിരിച്ച തങ്കയങ്കി രഥഘോഷയാത്ര ഉച്ചയ്ക്ക് പമ്പയിലെത്തി. തുടർന്ന് ഗണപതി ക്ഷേത്രത്തിൽ പ്രത്യേക സ്ഥലത്ത് ഭക്തർക്ക് ദർശനം അനുവദിച്ചു. വൈകിട്ട് 3-ന് ശേഷം തങ്കയങ്കി പേടകത്തിലാക്കി നീലിമല അപ്പാച്ചിമേട് മരക്കൂട്ടം വഴി 5-ന് ശേഷം ചരംകുത്തിയിലെത്തിയ തങ്കയങ്കി ഘോഷയാത്രയെ ദേവസ്വം അധികൃതരും അയ്യപ്പ ഭക്തരും ചേർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സന്നിധാനത്തേക്ക് ആനയിച്ചു. ഘോഷയാത്ര 18-ാം പടി കയറി സോപാനത്ത് എത്തിയപ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി ശ്രീകോവിലിൽ എത്തിച്ച് അയ്യന് ചാർത്തി ദീപാരാധന നടത്തി. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ 5ാം പതിപ്പിന് തുടക്കമായി. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ഭക്ഷ്യമേള, അന്താരാഷ്ട്ര പട്ടം പറത്തൽ മത്സരം, മറ്റ് കലാ സാംസ്കാരിക സംഗീത പരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും DTPCയും ചേർന്നാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പക്ഷികളെ കൊന്നൊടുക്കുന്ന പ്രവൃത്തി നാളെയും തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ആലപ്പുഴ ജില്ലയിലെ നെടുപടി, കരുവാറ്റ, തകഴി, കുമാരപുരം പഞ്ചായത്തുകളിലാണ് കള്ളിയം പൂർത്തിയായത്. ഏകദേശം 4000-ഓളം പക്ഷികളെ കൊന്നു സംസ്കരിച്ചു. 8 ദ്രുത പ്രതികരണ സംഘങ്ങളാണ് കള്ളിങ്ങിന് നേതൃത്വം നൽകിയത്. പക്ഷിപ്പനി കണ്ടെത്തിയ പ്രദേശത്തെ പക്ഷി വളർത്തലും നിരോധിച്ച് ആലപ്പുഴ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അമ്പലപ്പുഴ, കുട്ടനാട്, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ 30 പഞ്ചായത്തുകളിലും ആലപ്പുഴ, ഹരിപ്പാട് നഗരസഭകളിലും ഈ നിരോധന ഉത്തരവ് നിലവിൽ വന്നു. ഒരാഴ്ചത്തേക്ക് ഈ പ്രദേശങ്ങളിൽ താറാവ്, കോഴി, കാട എന്നീ പക്ഷികളുടെ മുട്ടയും ഇറച്ചിയും വളവും വിൽപ്പനയും വിപണനവും നിരോധിച്ചു. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 പരമ്പരയിലെ 3ാം മത്സരം ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് പോരാട്ടം. ചരിത്രത്തിലാദ്യമായാണ് രാജ്യാന്തര വനിതാ ക്രിക്കറ്റ് മത്സരത്തിന് തിരുവനന്തപുരം വേദിയാകുന്നത്. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 പരമ്പരയിലെ അവസാന 3 മത്സരങ്ങളാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11-ന്. പരിപാടിയുടെ 129-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും മൈഗവ്, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഇന്നുകൂടി അറിയിക്കാം. രാജ്യത്ത് ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. മുംബൈ ഓഹരി സൂചിക സെൻസെക്സ് 367 പോയിന്റ് നഷ്ടത്തിൽ 85,041-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 99 പോയിന്റ് നഷ്ടത്തിൽ 26,042-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 560 രൂപ കൂടി 1,02,680 രൂപയും ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 12,765 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. യുവാക്കളെ രാഷ്ട്രനിർമ്മാണത്തിന്റെ കേന്ദ്രബിന്ദുവാക്കിയാണ് സർക്കാർ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തി. മണ്ഡലപൂജ നാളെ. ആലപ്പുഴയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ പക്ഷികളെ കൊന്നൊടുക്കുന്ന പ്രവൃത്തി നാളെയും തുടരും. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പക്ഷി വളർത്തൽ നിരോധിച്ചു. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ 5ാം പതിപ്പിന് തുടക്കമായി. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 പരമ്പരയിലെ 3ാം മത്സരം അല്പസമയത്തിനകം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.